ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ, വരിക്കച്ചക്ക. ഇത് ഇന്നലെ ആദൂസിൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ്. ഇന്നലെ വൈകിട്ടാണ് തന്നത്. വൈകിട്ട് എനിക്ക് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം സാഹചര്യമല്ല, ആക്ച്വലി എനിക്ക് വയ്യായിരുന്നു, മടി പിടിച്ചിരുന്നത് കൊണ്ട് ഇന്നലെ ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേദ എന്നോട് ഇന്നലെ പറഞ്ഞു, അമ്മ കട്ട് ചെയ്ത് തരുമോ? ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നിനും വയ്യ, നാളെ നീ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്നെ കട്ട് ചെയ്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. വേദ സ്കൂളിൽ പോയിട്ടുണ്ട്, എക്സാമാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചക്ക വെട്ടാൻ പോവുകയാണേ. നല്ല വരിക്കച്ചക്ക. ഇതെങ്ങനെ മുറിക്കുന്നത്? അയ്യോ, സാധാരണ ഇത്രയും വലിയ പീസൊന്നും ഇവിടെ ആരും കൊണ്ടുവരാറില്ല. അതുകൊണ്ട് നമ്മൾ വെട്ടി ശീലമല്ല, ഒരു കുഞ്ഞ് പീസ് കൊണ്ടുവരും. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് പെട്ടെന്ന് അങ്ങ് എടുക്കും. ഇത്രയും വലിയ പീസ് ഇതാദ്യമായിട്ടാണ്. അയ്യോ, ഇങ്ങനെയല്ലേ, കത്തിയൊന്നും മുറിയുന്നില്ലെന്നേ. വരിക്കച്ചക്ക വരട്ടി ചക്കയപ്പമൊക്കെ ഉണ്ടാക്കും. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ഏട്ടൻ മധുരമൊന്നും അധികം കഴിക്കുന്നില്ല, ഭയങ്കര ഡയറ്റാണ്. വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, ഒന്ന് കൺട്രോൾ ചെയ്യാമെന്ന് കരുതി. അത് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കൺട്രോളിങ് ആണ്. അപ്പോൾ ഇപ്പോൾ കൺട്രോളിങ്ങിൻ്റെ സമയമാണ്. യെസ്, ചക്ക വെട്ടി കേട്ടോ. ഇനി അതിനെ വീണ്ടും കുഞ്ഞ് പീസാക്കണം. അയ്യോ അയ്യോ, പഴുത്ത ചക്ക കിട്ടാൻ കുറച്ച് പാടാണ്. കിട്ടും, ഇപ്പം മാർക്കറ്റിലൊക്കെ എല്ലാം അവൈലബിൾ ആണ് അല്ലേ. ലുലുവിലൊക്കെ പോയാൽ കിട്ടും. അല്ലാതെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കാണാം കേട്ടോ, ചക്ക, വരിക്കച്ചക്ക. പക്ഷെ എപ്പോഴും കിട്ടില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര ഭയങ്കര ഇഷ്ടമല്ല, ഇഷ്ടമാണ്. വേദ കഴിക്കും, ഏട്ടൻ കഴിക്കും. കാരണം സീസണൽ ഫ്രൂട്ടല്ലേ ചക്ക, വരിക്കച്ചക്ക എന്ന് പറയുന്നത്. എപ്പോഴും കിട്ടില്ലല്ലോ, അതുകൊണ്ട് കിട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, കഴിക്കാറുണ്ട്. കത്തി മുറിയുന്നില്ല കേട്ടോ, അതാണ് മെയിൻ പ്രോബ്ലം. നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? കമൻറ്റ് ചെയ്യൂ. ഇവിടെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ. കഴിച്ചിട്ടില്ല, രാവിലെ തന്നെ ഞാൻ ഇതിൻ്റെ പിറകെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. വേദ എപ്പോഴങ്ങോട്ടേക്ക് സ്കൂളിൽ പോയതുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ ജോലിയായിട്ട് ഇങ്ങനെ തീർക്കുകയാണ് പെട്ടെന്ന്. കിച്ചണൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടപ്പുണ്ട്, അത് കാര്യമാക്കണ്ട. മോട്ടർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. വേനലാവുമ്പോൾ ഇവിടെ കുറച്ച് വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ബോർവെല്ലുണ്ട്, ലൈനിലെ വെള്ളമുണ്ട്. ലൈൻ 3000 താഴെ കുഴിച്ചിട്ടിട്ടുണ്ട്. ടാങ്ക് 2500 മുകളിൽ വച്ചിട്ടുണ്ട്. ടോട്ടൽ 5500, 5000 ലിറ്റർ വെള്ളം കൊള്ളാനുള്ള, സ്റ്റോറേജ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ നമുക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവിടെ വേനൽ സമയം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ താഴെ ടാങ്കിൽ മാത്രമേ നിറങ്ങി കിടക്കൂ, അത് മുകളിലേക്ക് അടിച്ച് കയറ്റണം. അപ്പോൾ ഇപ്പം ഞാൻ മോട്ടർ ഇട്ടേക്കാണേ. വെറും വയലിലാണ് ചക്ക കഴിക്കുന്നത്. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. നല്ല ചക്ക കേട്ടോ, നല്ല മധുരമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വരിക്കച്ചക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചക്കയെല്ലാം വെട്ടിക്കഴിഞ്ഞ ശേഷം കാണാം. ഞാനിങ്ങനെ ക്ലീൻ ചെയ്തേ ഇടത്തുള്ളൂ. കഴിക്കുന്നവർ ഈസി ആയിട്ട് എടുത്ത് കഴിക്കട്ടെ. എന്തായാലും നമ്മൾ കഴിക്കുമ്പോൾ അത് വീണ്ടും എടുക്കണം, പിന്നെ അതിൻ്റെ വേസ്റ്റ് അതിൽ കാണും. ഇതാകുമ്പോൾ ഫുൾ നീറ്റാക്കി അങ്ങ് വച്ചിരുന്നാൽ ഞങ്ങൾ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ചക്ക വെട്ടി വൃത്തിയാക്കിയ ശേഷം നമുക്ക് കാണാം. ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങുന്നത് എൻ്റെ ചക്കയോടൊപ്പമാണ്. പകുതി എൻ്റെ വാക്കകത്ത് പോവും, ബാക്കി പകുതി മറ്റുള്ളവർക്ക് കഴിക്കാൻ. സോ നമ്മൾ ചക്ക വെട്ടിക്കഴിഞ്ഞു. കുറച്ചൊക്കെ എൻ്റെ വായ്ക്കകത്ത് പോയി കേട്ടോ. ഇനി എനിക്ക് മതി. കൈ ഫുൾ ചക്ക അരക്ക്. നമുക്ക് എണ്ണ ഇട്ടാൽ അരക്കിനങ്ങ് മാറ്റാം. അത് കളയാൻ വെച്ചിരിക്കുന്ന എണ്ണ കേട്ടോ. ഇന്നലെ വേദയ്ക്ക് ഫ്രൈസ് എന്തോ ഉണ്ടാക്കി കൊടുത്തിട്ട് വെച്ചിരിക്കുന്ന പാമോയിലാണ്, കളയാൻ വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, എനിക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യണം. ഉച്ചയ്ക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കണ്ടേ. ഇന്ന് ഞാൻ വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് എന്താ, മുരിങ്ങയ്ക്കായും കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് തീയലും
പിന്നെ മീൻ എന്തെങ്കിലും ഏട്ടൻ വാങ്ങിയിട്ട് വരും. മീൻ കറി മാത്രമേ വയ്ക്കുന്നുള്ളൂ. ചോറ് ഞാനിട്ടു, റൈസ് കുക്കറിലിട്ടു. പിന്നെ ഇത് വൈകുന്നേരം അപ്പത്തിന് അരയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളാണുള്ളത്. അപ്പോൾ ബാക്കി പരിപാടികളിലേക്ക് പോവാം. എല്ലാം കൂടി ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇതപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ആട്ടോ. ചക്ക മാത്രമല്ല, തണ്ണിമത്തനും കുറച്ച് ക്യുക്കുംബറും ഒക്കെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ആവശ്യക്കാർക്ക് വന്ന് എടുത്ത് കഴിച്ചിട്ട് പോവാം. സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് പോവാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുക്കളയിലെ പണികളെല്ലാം നോക്കാം. ഞാൻ മുരിങ്ങയ്ക്ക് തീയൽ വയ്ക്കാമെന്ന് എഴുതിയാണ്. ചീര ഇന്ന് വയ്ക്കൂല. ഇന്നലെ വാങ്ങിക്കാൻ പറഞ്ഞു. ഇനി കഴുകി ഉണക്കി മിക്സിയിലിട്ട് അരിക്കുമ്പം അല്ല, മിക്സിയിലിട്ട് അരിയുമ്പം വെള്ളം തന്നെ ഉണ്ടെങ്കിൽ കുഴഞ്ഞു പോകും ചക്ക. അപ്പോൾ പിന്നെ ഇന്ന് മുരിങ്ങയ്ക്ക് തീയൽ വയ്ക്കണ്ടേ. ചക്ക, അയല മീനും, ചക്കയും അയല മീനും. എത്ര രൂപ ഇത്? ചെറിയ മീൻ കേട്ടോ. 3 ചെറിയ അയല 250 രൂപ. അപ്പം ചക്കയും മീൻകറി മാത്രമേ ഉള്ളൂ. ഞാൻ ചോറിനി ബാക്കി വരും. നാളെ പഴങ്കഞ്ഞി കുടിക്കാം. ചീര ഇനി എനിക്ക് കൈ കൊണ്ട് അരിയാൻ വയ്യ. നോക്കട്ടെ. അത് ഇന്നലെ വാങ്ങിച്ച് കഴുകി തോരാൻ വെച്ചിരുന്നെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുമ്പം നല്ല ഇതായിട്ട് കിട്ടും. അതുകൊണ്ട് പറഞ്ഞാൽ മെഴുക്കുവരട്ടി പച്ച ചീര വയ്ക്കൂല, അതുപോലെ കൊച്ചു തിന്നൂല. അങ്ങനെ നിന്നപ്പോഴേ കത്തിരാവാനായിട്ട് ആൾ വന്നു. ഒന്നിനും മൂർച്ചയില്ല. 2 കൊടുത്തു. ബാക്കിയെല്ലാം കൂടി രാവി എടുക്കാൻ എഴുതി. യൂട്യൂബ് നിങ്ങൾ ഈ നാട്ടുകാരൻ തന്നെ? ചെന്നൈയാ. ചിലർ രാവിയിട്ട് പോവും, പിന്നെ മുറിയൂല. നിങ്ങളതിൽ കത്തിയുണ്ടോ? ചിരവ ഇളക്കി കൊടുത്താൽ രാവി തരാമെന്ന് പറഞ്ഞു. ചിരവയ്ക്കും ഒട്ടും മൂർച്ചയില്ല. ചിരവ കൂടി നമുക്ക് ഇളക്കി രാവാൻ കൊടുക്കാതെ. ഫൈനലി ഞാൻ ഊരിക്കായ്സ്. പുള്ളി മറ്റതൊക്കെ രാവി കാണും. രാവിയാ മുറിയോ? രാവിയാല് ചിലർ രാവിയിട്ട് പോകും, പിന്നെ മുറിയൂല. ഇത് രാഹുലെന്നാണ് പറയണേ ഈ പിച്ചാത്തി. രാവിലെ കത്തിക്ക് മൂർച്ചയില്ലാന്ന് പറഞ്ഞു. മൂർച്ച കൂട്ടി കിട്ടിയിട്ടുണ്ട്. നല്ല മൂർച്ച ഉണ്ട് കേട്ടോ. ഞാൻ 1, 2, 3, 4 സിസേഴ്സ് 5 വെട്ടുകത്തി എല്ലാം കൂടി 150 രൂപയ്ക്കാട്ടോ രാഗി എടുത്തത്. നല്ല ലാഭമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, എന്തായാലും അക്കാര്യം നടന്നു. തുരുമ്പെടുത്ത് ദ്രവിച്ച് ഇനി ഇതിനെ ഞാൻ തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന കാര്യമാണ് പാട്. ഒരു കമ്പൊക്കെ ഇട്ടാണ് ഞാനതിനെ സെറ്റ് ചെയ്തെടുത്തത്. ഇനി തിരിച്ച് ഫിറ്റ് ചെയ്യണം. തേങ്ങ ചിരണ്ടേണ്ട ആവശ്യമുണ്ട്. നല്ല മൂർച്ചയുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ ചിരണ്ടി അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല മൂർച്ചയ്ക്ക് ചെയ്തതേ. ചിലർ ചെയ്തിട്ട് മൂർച്ച ഉണ്ടാവില്ല. കത്തി മൂർച്ച ഉണ്ടാവും, നോക്കാവേ. നൈസായിട്ടുണ്ട്. ഇന്ന് ചക്ക മയമാണ് കേട്ടോ. ചക്ക രാവിലെ എടുത്തു. ഇതിപ്പോൾ ചക്ക ഞാൻ കരുതി അവിയൽ വയ്ക്കാമെന്ന് കരുതി. കൈ സൂക്ഷിച്ചില്ലെങ്കിൽ കൈയും കൂടെ പോകും. നല്ല മൂർച്ചയുണ്ട്. ഇതുണ്ടല്ലോ ചിരവ, നല്ലതായിട്ട് രാവിലെ തന്നു കേട്ടോ. നല്ല പെട്ടെന്ന് എനിക്ക് ചിരണ്ടി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 1 മണിക്കൂർ ഞാൻ തേങ്ങയായിട്ട് നിൽക്കേണ്ടതാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നെട്ടയത്ത് ഇതുപോലെ ഇങ്ങനെ കത്തിരാവാനായിട്ട് ആൾ വന്ന് രാവി എല്ലാം എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഫുൾ ഇങ്ങനെ ആക്കി അമ്മയുടെ കൈ ഫുൾ മുറിഞ്ഞു. പക്ഷേ മൂർച്ച ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്തു കൊടുത്തു. പക്ഷേ ഇത് നല്ലതായിട്ട് ചെയ്തെന്ന് കേട്ടോ. നല്ല ആളാണ്. ഇനി ഇതുവഴി ഇവിടെ സ്ഥിരം വരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനി മൂർച്ച കുറയുമ്പോൾ പുള്ളിയുടെ കൊടുത്ത് മൂർച്ച കൂട്ടാം. നമ്മുടെ ജോലികളെല്ലാം ആയിട്ടുണ്ട്. മീൻകറി, അയല മീൻകറി തേങ്ങ അരയ്ക്കാണ്ട് വെച്ചതാണ്. ചക്ക അവിയലും വെച്ചു. വേറെ കറികളൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ. ചോറായി. നമ്മുടെ ഡോബി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോയി കുളിച്ചിട്ട് വരാം.
അപ്പോഴത്തേക്ക് വേദ എത്തും. വേദയ്ക്ക് ഇന്ന് എക്സാം നടക്കാം. എക്സാം കഴിഞ്ഞിട്ട് വേദ ഇപ്പോൾ എത്തും. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. വേദ എത്തിയിട്ടില്ല കേട്ടോ. വേദ എത്തിയ ശേഷം ഫുഡ് കഴിക്കുക, പിന്നെ ഫോണിൽ കുറച്ച് പരിപാടി. ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ സ്ഥിരം. ചോറ് കഴിച്ചാലോ? ചക്ക, മീൻകറി, ചോറ് ഇത് മതി. വേദ ഇപ്പോൾ വരും. വേദയ്ക്കും ഞാനും ഒരു പ്ലേറ്റിലാണ് കഴിക്കുന്നത്. വേദയ്ക്ക് ഞാൻ എടുത്ത് കൊടുക്കാമെന്ന് കരുതി, അല്ലെങ്കിൽ അവൾ ചക്ക കഴിക്കില്ല. വേദ വന്നു കേട്ടോ, അത് ഞാൻ കാണിച്ചില്ല അല്ലേ. നല്ല ചക്ക അവിയൽ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊന്നും കഴിക്കണ്ട, ഉച്ചയ്ക്ക് കഴിക്കണ്ട, ഫ്രൂട്ട്സ് മാത്രം കഴിക്കാമെന്ന് കരുതി. പക്ഷെ ചക്ക അവിയലിൻ്റെ ടേസ്റ്റ് കൊണ്ട് കഴിക്കാമെന്ന് കരുതി. മുഖം നോക്ക്, ഫുഡ് കണ്ടോണ്ടാണ്. വാങ്ങോട്ടെ. വേദ ഡ്രസ്സെല്ലാം മാറി കഴിക്കാൻ റെഡിയായി വന്നിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി, ചോറും ചക്കയും മീൻകറിയും കൂടെ ഇങ്ങനെ കൂട്ടിക്കുഴയ്ക്കണം. എന്നിട്ട് കുറച്ച് മീനൂടെ വച്ചിട്ട് അയല. ഇനി വേദയ്ക്ക് കുറച്ച് ചക്ക വേദയ്ക്ക് വെച്ചോളേ. കുറച്ച് ചക്ക, ചോറ് കൂടുതൽ. യെസ്, ഇത് വേദയ്ക്ക്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പറ. ഭയങ്കര പാടായിരുന്നോ? ഫുൾ മാർക്ക് കിട്ടുമോ? എത്ര കിട്ടും? ആൻസർ അല്ല, ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കിത് കാണണം. അങ്ങനെ ഉച്ചകൂണെല്ലാം കഴിച്ചിട്ടിരുന്നപ്പോഴാണ് DTDC എന്ന് വിളിക്കുന്നുണ്ട്, ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വീട്ടിലെത്തിക്കാൻ പറഞ്ഞു. DTDCക്കാരല്ലേലും അങ്ങനെയാണ്, വീട്ടിൽ കൊണ്ട് തരത്തില്ല, അവർ ചെന്നെടുക്കാൻ പറയും. ഇന്നിപ്പോൾ ഞാൻ കുറച്ചൊന്ന് ദേഷ്യപ്പെട്ടപ്പോൾ വീട്ടിൽ കൊണ്ട് തന്നു കേട്ടോ. എപ്പോഴും അതെ. അപ്പോൾ ഈ വന്ന സാധനം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഒരു ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊളാബ്, ബോക്സിൽ വരേണ്ട ഒരു കൊളാബും എനിക്കിപ്പോൾ നിലവിലില്ല. എന്താണ് സംഭവം എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, അതിൻ്റെ അഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് വന്ന കൊളാബ് ഒരു കിച്ചൺ യൂണിറ്റിൻ്റെ ഒരു കൊളാബായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രോഡക്റ്റാണ് വന്നത് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് വളരെ വൈകി മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി ഇതെന്ത് സാധനമാണ് എന്നോട് ആദ്യം DTDC എന്ന് വിളിച്ചിട്ട് ഒരു ബോക്സ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്ത് സാധനമാണ്. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന്. ആക്ച്വലി ഇതെനിക്കൊരു കൊളാബ് വന്നതാട്ടോ. ഓക്കെ, പുറത്ത് നല്ല മഴക്കാറ്, ഇടി കുടുങ്ങുന്നു, പക്ഷെ മഴ മാത്രമില്ല, ഭയങ്കര ചൂടും. ഹായ്, അടിപൊളി മഴ, വേനൽ മഴ. തിരുവനന്തപുരം 2 ദിവസമായിട്ട് മൂടിക്കെട്ടി കിടക്കുകയായിരുന്നു. ഇന്നത്തെ ആ ഒരു അടിപൊളി മഴ. 2 ദിവസമായിട്ട് പൊടിഞ്ഞ് മഴയൊന്നും ഇല്ലാണ്ട് നിന്നു. പക്ഷെ ഇടി കുടുങ്ങലും മഴയും ഒക്കെ ആയിട്ട് അടിപൊളി മഴ. കാർമേഘം മൂടിക്കെട്ടുന്ന നോക്കിയേ. എന്തായാലും നോക്കിയേ, കാർമേഘം മൂടിക്കെട്ടുന്നത് നോക്കിയേ. ഭീകര മഴ കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ നിന്നതാണ്. കേരള വെച്ചാൽ നിനക്ക് വയ്യാത്തതല്ലേ? വീഡിയോ എൻഡ് ചെയ്യാൻ നിന്നതാണ്. പക്ഷെ മഴ കണ്ടപ്പോൾ ഞാൻ കരുതി ഇതൂടെ എടുത്ത ശേഷം നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാമെന്ന്. സൂപ്പർ. എൻ്റെ അമ്മ, ഭീകര മഴയും കാറ്റും. വീഡിയോയിൽ എത്രത്തോളം കിട്ടുന്നു എന്നറിയില്ല. അടിപൊളി മഴയും കാറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോകണ്ട. എന്ത് വീഡിയോ എടുക്കുന്നു വേദാകത്തിനും ചോദിക്കുകയാണ്. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഈ വീഡിയോ നമുക്കിവിടെ എൻഡ് ചെയ്യാം. ടാറ്റാ.